സണ്ണി വക്കീല് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതും നോക്കി ഒറ്റക്കാലിൽ തപസ്സിരിക്കുന്നവരിൽ മൂത്തു പഴുത്തവരും മൂക്കാതെ പഴുത്തവരും മൂപ്പത്തിയെന്ന് സ്വയം അവകാശപ്പെടുന്നവരും ഏറെയാണ്. സിറ്റിംഗ് MP-മാരും MLA-മാരും എല്ലാം സണ്ണി വക്കീലിന്റെ കസേരയിലേക്ക് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. മത്സരിച്ച കാലം മുതൽ ഇന്നോളം MP ആയി തുടരുന്ന മുൻ കേന്ദ്രമന്ത്രി കൂടിയായ കൊടിക്കുന്നിൽ സുരേഷും കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനും മാത്യു കുഴൽനാടനും ഷാഫി പറമ്പിലും മുതൽ മൂത്തു നരച്ച VJ കുര്യനും KC ജോസഫും എന്തിനേറെ പറയണം സാക്ഷാൽ MM ഹസന് പോലും KPCC പ്രസിഡന്റ് കസേരയിൽ ഒരു കണ്ണുണ്ടെന്നാണ് കരക്കമ്പി. പത്തനംതിട്ട MP ആന്റോ ആന്റണിയും അടൂർ പ്രകാശും V ശിവകുമാറും എറണാകുളം MLA TJ വിനോദും പദവി ആഗ്രഹിക്കുന്നതായാണ് പിന്നാമ്പുറ വാർത്തകൾ. കാര്യങ്ങൾ എന്തൊക്കെയായാലും പദവി പന്തിപ്പോൾ KC വേണുഗോപാലിന്റെ കോർട്ടിലാണുള്ളത്. സതീശ രമേശ പക്ഷക്കാരിൽ ഒരാൾ പോലും കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ സാധ്യതാ പട്ടികയിൽ ഇതുവരെ ഇടം പിടിച്ചിട്ടില്ല. കടുത്ത KC പക്ഷക്കാരനായ മാത്യു കുഴൽനാടനെ KPCC പ്രസിഡന്റ് ആക്കാനുള്ള ശ്രമത്തിലാണ് KC വേണുഗോപാൽ എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. KC എടുക്കുന്ന തീരുമാനത്തിന് വിരുദ്ധമായി നാവനക്കാൻ കഴിയുന്ന കോൺഗ്രസ് നേതാക്കളുടെ എണ്ണവും ഇപ്പോൾ തീരെ കുറഞ്ഞിട്ടുണ്ട്. സണ്ണി വക്കീലിന് ആരായാലും കുഴപ്പമില്ലെന്ന അഭിപ്രായം തന്നെയാണെന്നും പറയാതെ വയ്യ. അതേസമയം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ KCക്കാണ് കൂടുതൽ യോഗ്യതയെന്ന് തുറന്നടിച്ച മാത്യു കുഴൽനാടന്റെ വാക്കുകൾ സതീശ രമേശന്മാർക്കും ലീഗിനും അത്ര രുചിച്ചില്ല. നിയമവകുപ്പിനൊപ്പം ടൂറിസം, കയർ വ്യവസായം തുടങ്ങിയ വകുപ്പുകളും ചേർത്ത് ഒരു മന്ത്രിസ്ഥാനം കൊതിച്ചെങ്കിലും കപ്പിനും ചുണ്ടിനുമിടയിൽ ആ പദവികളും കുഴൽനാടന് നഷ്ടപ്പെട്ടു. സുപ്രീം കോടതി വക്കീലായ കുഴൽനാടൻ പിണറായി വിജയന്റെ മകൾ വീണാ തായ്ക്കണ്ടിയെ കരിമണൽ കർത്തായുമായുള്ള സാമ്പത്തിക ഇടപാടിൽ കുരുക്കിയതും പിണറായിയുടെ വാടക വീട്ടിൽ ED കയറി ഇറങ്ങിയതുമെല്ലാം മാത്യു കുഴൽനാടന്റെ റേറ്റിംഗ് കൂട്ടിയിട്ടും മന്ത്രിയാവാനുള്ള യോഗം മാത്യു കുഴൽനാടൻ ഉണ്ടായില്ല. കന്നി MLA-മാരായി എത്തിയ ജനീഷും M ലിജുവും K തുളസിയും ബിന്ദുകൃഷ്ണയും ഒക്കെ മന്ത്രിമാരായപ്പോൾ മാത്യുവിന് ഒന്നും കിട്ടിയതുമില്ല. അതുകൊണ്ട് തന്നെ KC പക്ഷക്കാരനായ കുഴൽനാടന് KPCC പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചേക്കുമെന്ന് തന്നെയാണ് ഒറ്റ മൈനയ്ക്കും പറയാനുള്ളത്.